നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2024 ഏപ്രിൽ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളാണ് ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? ഈ ചോദ്യം കഴിഞ്ഞൊരു എക്സാമിന് PSC ചോദിച്ചതാണ്. പ്രഭാവർമ്മയ്ക്കാണ് 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ ലഭിച്ചത്. സരസ്വതി സമ്മാൻ പുരസ്കാരം ഏത് മേഖലയ്ക്കാണ് നൽകുന്നത്? സാഹിത്യത്തിനാണ് നൽകുന്നത്. അതും മുൻവർഷ ചോദ്യമായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ രൗദ്ര സാത്വികം എന്ന കാവ്യാഖ്യായികയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. രൗദ്ര സാത്വികം എന്ന കാവ്യാഖ്യായികയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2023 സരസ്വതി സമ്മാൻ ജേതാവ് ആര്? പ്രഭാവർമ്മ. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? സക്കറിയയ്ക്കാണ് 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 3 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. അപ്പൊ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ പുരസ്കാര തുക എത്ര ലക്ഷം രൂപ? 3 ലക്ഷം രൂപ. കൂടാതെ പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാ? സക്കറിയ. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരത്തിന് അർഹരായത് ആരാണ്? കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരം ലഭിച്ചത് M. മുകുന്ദൻ. കൂടാതെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ PN പണിക്കർ പുരസ്കാരത്തിന് അർഹനായത് ഇയങ്കോട് ശ്രീധരനുമാണ്. PN പണിക്കർ പുരസ്കാരം ഇയങ്കോട് ശ്രീധരൻ, IV ദാസ് പുരസ്കാരം M. മുകുന്ദൻ. ഓർക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരെന്ത്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ഇപ്പോൾ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നത് ആരുടെ ആത്മകഥ? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചക കലാ മത്സരമായ പാചക ഒളിമ്പിക്സ് 2024 1 സ്വർണവും 2 വെള്ളിയും നേടിയ മലയാളി ആരാണ്? പാചക മത്സരമാണ്. ഷെഫ് ശ്രേയ അനീഷിനാണ് 1 സ്വർണവും 2 വെള്ളിയും കിട്ടിയത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചക കലാ മത്സരമായ പാചക ഒളിമ്പിക്സ് 2024 1 സ്വർണവും 2 വെള്ളിയും നേടിയ മലയാളി ആരാ? ഷെഫ് ശ്രേയ അനീഷ്. അടുത്ത ചോദ്യം, ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരിയാണ് ക്രിസ് ബ്രൗൺ. ഇമ്പോർട്ടന്റ് ചോദ്യം. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരി ആരാ? ക്രിസ് ബ്രൗൺ ആണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനത്തിന്റെ പേരാണ് തേജസ് മാർക്ക് 1A. തേജസ് മാർക്ക് 1A എന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമാണെന്ന് ഓർക്കുക. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അഥവാ നഫിസ്. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അഥവാ നഫിസ് എന്നത് കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് എന്ന് ഓർക്കുക. ഐക്യരാഷ്ട്ര സഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും ഒന്നാമതെത്തിയ രാജ്യം ഏതാ? ഫിൻലൻഡ്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തെത്തിയത് ഫിൻലൻഡ് ആണ്. 143 രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയതിൽ ഇന്ത്യയുടെ സ്ഥാനം 126. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യം ഏതാ? ദക്ഷിണ സുഡാനാണ് ലോകത്തെ അതിദരിദ്ര രാജ്യം എന്ന് ഓർക്കുക. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി നേടിയ ചലച്ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. 200 കോടി തിയേറ്റർ വരുമാനം. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ.
അപ്പൊ നാന ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്നത് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണെന്ന് ഓർക്കുക. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് വിനയ് കുമാർ ആണ്. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായ വ്യക്തി ആരാ? വിനയ് കുമാർ. ദേശീയ അന്വേഷണ ഏജൻസി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA ഡയറക്ടർ ജനറലായി നിയമിതനായത് സദാനന്ദ് വസന്ത് ദത്ത. സദാനന്ദ് വസന്ത് ദത്തയാണെന്ന് ഓർക്കുക. അടുത്തിടെ 75 വയസ്സിലേക്ക് കടന്ന റേഡിയോ നിലയമാണ് ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം. 75 വയസ്സിലേക്ക് 1950 ഏപ്രിൽ 1 പ്രവർത്തനം ആരംഭിച്ചത്. 75 വയസ്സിലേക്ക് കടന്നു. അടുത്ത ചോദ്യം, വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകത്തിന്റെ പേരാണ് യൂറോപ്പ ക്ലിപ്പർ. യൂറോപ്പ ക്ലിപ്പർ എന്നത് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ്? വ്യാഴമാണ്. വ്യാഴം. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായത്, ചുമതലയേറ്റത് ജുഡിത്ത് സുമിൻവ ടുലുക്കയാണ്. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? ജുഡിത്ത് സുമിൻവ ടുലുക്ക. 32 അംഗരാജ്യങ്ങളുള്ള ഏത് സൈനിക സഖ്യമാണ് അടുത്തിടെ 75 വാർഷികം ബ്രസൽസിൽ ആഘോഷിച്ചത്? ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. നാറ്റോയെ പറ്റി പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. 32 അംഗരാജ്യങ്ങളുള്ള ഏത് സൈനിക സഖ്യമാണ് അടുത്തിടെ 75 വാർഷികം ബ്രസൽസിൽ ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ നാറ്റോയാണ്. പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ജമ്മു കാശ്മീർ സ്വദേശി ആരാണ്? ഇവർക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് ഇവർ. ബിൽക്കിസ് മിർ ആണ്. ബിൽക്കിസ് മിർ. അപ്പൊ പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ജമ്മു കാശ്മീർ സ്വദേശി ബിൽക്കിസ് മിർ ആണ്. കൂടാതെ വേറൊരു ചോദ്യവും ചോദിക്കാം. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് ആര്? ബിൽക്കിസ് മിർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ അടുത്തിടെ നിലവിൽ വന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. രാമേശ്വരം. തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ അടുത്തിടെ നിലവിൽ വന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. രൗദ്ര സാത്വികം എന്ന കാവ്യാഖ്യായികയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരം M മുകുന്ദനും PN പണിക്കർ പുരസ്കാരം ഇയങ്കോട് ശ്രീധരനുമാണ് ലഭിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യവുമാർന്ന അന്താരാഷ്ട്ര പാചക കലാ മത്സരമായ പാചക ഒളിമ്പിക്സ് 2024 1 സ്വർണവും 2 വെള്ളിയും നേടിയ മലയാളിയാണ് ഷെഫ് ശ്രേയ അനീഷ്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരിയാണ് ക്രിസ് ബ്രൗൺ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമാണ് തേജസ് മാർക്ക് 1A. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നഫീസ്. നഫീസിന്റെ ഫുൾ ഫോം നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നതാണ്. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും ഒന്നാമതെത്തിയ രാജ്യമാണ് ഫിൻലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 126. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി നേടിയ ചലച്ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്നാണ്. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ വിനയ് കുമാർ. ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് സദാനന്ദ് വസന്ത് ദത്തയാണ്. അടുത്തിടെ 75 വയസ്സിലേക്ക് കടന്ന റേഡിയോ നിലയം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ് ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ജുഡിത്ത് സുമിൻവ ടുലുക്കയാണ്. അപ്പോൾ ജുഡിത്ത് സുമിൻവ ടുലുക്ക ഏത് രാജ്യത്തിന്റെ വനിതാ പ്രധാനമന്ത്രി, ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു എന്ന് ചോദിച്ചാൽ കോങ്കോയാണ്. കോങ്കോ. 32 അംഗരാജ്യങ്ങളുള്ള ഏത് സൈനിക സഖ്യമാണ് അടുത്തിടെ 75 വാർഷികം ബ്രസൽസിൽ ആഘോഷിച്ചത്? നാറ്റോയാണ്. നാറ്റോ. പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജമ്മു കാശ്മീർ സ്വദേശി ബിൽക്കിസ് മിർ ആണ്. കൂടാതെ ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് ആര്യ ബിൽക്കിസ് മിർ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ അടുത്തിടെ നിലവിൽ വന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ്. അടുത്ത ചോദ്യം, അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏതാ? കണ്ണൂരാണ്.
2024 ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയ ലൂയി വിത്തോൺ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥനാണ് ബെർണാഡ് അർണാൾട്ട്. 2-ാം സ്ഥാനത്ത് ഇലോൺ മസ്കും 3-ാം സ്ഥാനത്ത് ജെഫ് ബെസോസുമാണ് എത്തിയത്. ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനം ബെർണാഡ് അർണാൾട്ട്, 2-ാം സ്ഥാനം ഇലോൺ മസ്ക്, 3-ാം സ്ഥാനം ജെഫ് ബെസോസ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പേരാണ് ദേവിക. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പേരെന്താ? ദേവിക. അടുത്ത ചോദ്യം, മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? പവൻ ദൗലരിയാണ്. പവൻ ദൗലരി. 2024 ആബേൽ പുരസ്കാരം നേടിയ ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ്? ഗണിത ശാസ്ത്ര ലോകത്തെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന ആബേൽ പുരസ്കാരം 2024 ലഭിച്ചത് മൈക്കൽ തലാഗ്രാൻഡിനാണ്. മൈക്കൽ തലാഗ്രാൻഡ്. അടുത്ത ചോദ്യം, ഏത് രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസമാണ് ദോസ്തി 16? ദോസ്തി 16 എന്നത് മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി ശ്രീലങ്കയാണ്. ശ്രീലങ്ക. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി എവിടെയാ? ശ്രീലങ്ക. 2013 ഭൗതികശാസ്ത്ര നൊബേൽ ജേതാവും ഹിഗ്സ് ബോസോൺ കണത്തിന്റെ, അതായത് ദൈവകണമാണ് ഹിഗ്സ് ബോസോൺ, ഉപജ്ഞാതാവുമായ ശാസ്ത്രജ്ഞൻ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് പീറ്റർ ഹിഗ്സ്. ഇമ്പോർട്ടന്റ് ചോദ്യം, പീറ്റർ ഹിഗ്സ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ബിജയ് ഛേത്രി. ബിജയ് ഛേത്രി. 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തു, ഒന്നുകൂടെ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ആണ്. March 8 അന്താരാഷ്ട്ര വനിതാ ദിനം. ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതായിരുന്നു 2024 പ്രമേയം. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനാര്? കിഷോർ മഖാന. കിഷോർ മഖാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷൻ. ലോകത്തിലെ ആദ്യ വേദ ഘടികാരം സ്ഥാപിതമായത് എവിടെയാണ്? ലോകത്തിലെ ആദ്യ വേദ ഘടികാരം സ്ഥാപിതമായത് മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ്. മധ്യപ്രദേശ്, ഉജ്ജയിൻ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഉള്ളത് ഏത് ഭാഷയിൽ എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്? ഹിന്ദിയിലാണ്. ഹിന്ദിയിലാണ് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ നമ്മുടെ രാജ്യത്തുള്ളത്. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നിയോജക മണ്ഡലമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? ഇമ്പോർട്ടന്റ്, തളിപ്പറമ്പ്, കണ്ണൂർ. തളിപ്പറമ്പ്, കണ്ണൂർ. പാകിസ്ഥാന്റെ എത്രാമത്തെ പ്രധാനമന്ത്രിയായാണ് ഷഹബാസ് ഷെരീഫ് വീണ്ടും ചുമതലയേറ്റത്? 23ാമത്. 23ാമത്. പാകിസ്ഥാന്റെ 23ാമത് പ്രധാനമന്ത്രി ആര്? ഷഹബാസ് ഷെരീഫാണ്. രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ഇമ്പോർട്ടന്റ് ചോദ്യം, ബീഹാറിലെ പാട്നയിലാണ്. പാട്ന, ബീഹാർ. രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് പാട്ന, ബീഹാർ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് എവിടെയാ? കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത്. നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീഡിയോ സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി സങ്കേതം അടുത്തിടെ ഓപ്പൺ AI അവതരിപ്പിച്ചു. അതിന്റെ പേരാണ് സോറ. സോറ. നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീഡിയോ സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി സങ്കേതം അടുത്തിടെ ഓപ്പൺ AI അവതരിപ്പിച്ചു. അതിന്റെ പേരെന്താ? സോറ എന്നതാണ്. സോറ. അടുത്തിടെ സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കിയ രാജ്യം ഏത്? ഗ്രീസ്. ഗ്രീസാണ് അടുത്തിടെ സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കിയത്. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ജപ്പാൻ. ഇതിന്റെ പേരാണ് ലിഗ്നോസാറ്റ് പ്രോബ്. ലിഗ്നോസാറ്റ് പ്രോബ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ചോദ്യം, അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. 2024 ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയത് ലൂയി വിത്തോൺ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർണാഡ് അർണോൾട്ട്. 2-ാം സ്ഥാനം ഇലോൺ മസ്ക്, 3-ാം സ്ഥാനം ജെഫ് ബെസോസോ ആണെന്ന് ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ദൗലരിയാണ്. 2024 ആബേൽ പുരസ്കാരം നേടിയത് മൈക്കൽ തലാഗ്രാൻഡ്. ഗണിതശാസ്ത്ര നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ആബേൽ സമ്മാനം. ദോസ്തി 16 മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസമാണ്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി ശ്രീലങ്കയാണെന്ന് ഓർക്കുക.
2013 ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാന ജേതാവും ഹിഗ്സ് ബോസോൺ എന്ന കണം, അതായത് ദൈവകണത്തിന്റെ ഉപജ്ഞാതാവും അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് പീറ്റർ ഹിഗ്സ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ വിജയ് ഛേത്രി. 2024 അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8 വനിതാ ദിനം. പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷൻ കിഷോർ മഖാന. ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിതമായത് മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ്. ഹിന്ദി ഭാഷയിലാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഉള്ളത്. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നിയോജക മണ്ഡലം തളിപ്പറമ്പ് കണ്ണൂർ. പാകിസ്ഥാന്റെ 23ാമത് പ്രധാനമന്ത്രിയായിട്ടാണ് ഷഹബാസ് ഷെരീഫ് ചുമതലയേറ്റത്. രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം പാട്ന, ബീഹാർ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീഡിയോ സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി സങ്കേതം അടുത്തിടെ ഓപ്പൺ AI അവതരിപ്പിച്ചതിന്റെ പേരാണെന്ത്? സോറ എന്നത് ഓർക്കുക. അടുത്ത ചോദ്യം, അടുത്തിടെ സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കിയ രാജ്യം ഗ്രീസ്. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ജപ്പാൻ. ഇതിന്റെ പേരാണ് ലിഗ്നോസാറ്റ് പ്രോബ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 2024 ഏപ്രിൽ മാസത്തെ ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.